മുട്ട കൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ചിരിമുട്ട എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്. അതും ഈ ഒരു ഷോപ്പിൽ മാത്രമേ ഞാനത് കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ പുറത്തേക്ക് പോകലൊക്കെ വളരെ കുറവായതുകൊണ്ടാണ് തോന്നുന്നു വീട്ടിലിരുന്നിട്ട് വല്ലാത്തൊരു ചടപ്പ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഒന്ന് പുറത്ത് പോയി ചായയൊക്കെ കുടിച്ചിട്ട് ഒന്ന് റീഫ്രഷ് ആയിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പോകുമ്പോഴത്തേന് തന്നെ അത്യാവശ്യം ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇരുട്ടാവാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേന് തന്നെ ഒരുവിധം കടികളൊക്കെ തീരുമാനമായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ചിരിമുട്ട കിട്ടി, 2 കിട്ടിയുള്ളൂ. അപ്പോൾ ഇതാണ് ആ സംഭവം. ഇതിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ചിരിച്ച് നിൽക്കണ പോലെയല്ലേ, അതുകൊണ്ടാണോ എന്തോ ചിരിമുട്ട എന്ന് പേര് വന്ന്. പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അത്. പിന്നെ അനുവിന് ചിരിമുട്ട കിട്ടാത്തതുകൊണ്ട് ഒരു പപ്സാണ് എടുത്തത്. നോർമൽ പപ്സ് അല്ല, ഇത് വേറെ എന്തോ ഒരു വെറൈറ്റി പപ്സ്. പിന്നെ ഞങ്ങളൊരു ഷവർമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ മുന്നേയും കഴിച്ചിട്ടുണ്ട്. ഇതും നല്ല ടേസ്റ്റാണ്, ചിരിമുട്ടയും നല്ല ടേസ്റ്റാണ്. ഇവിടുന്ന് കഴിച്ച ഒട്ടുമിക്ക സാധനങ്ങളും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് ഹണി ചിക്കൻ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. കുറഞ്ഞൊരു മധുരമൊക്കെ ഉണ്ടായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു താഴ്വാരൻ ചിക്കൻ ഉണ്ട്, അതും അടിപൊളിയാണ് കേട്ടോ. പക്ഷെ ഇന്ന് ഞങ്ങൾ അത് ഓർഡർ ചെയ്തിട്ടില്ല, കാരണം ഇത്ര ആയപ്പത്തിന് തന്നെ അത്യാവശ്യം വേറെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആദ്യം വന്നത് ഈ ഒരു കോഫിയാണ്, പക്ഷേ ചൂടുകൊണ്ട് അതാണ് ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞത്. എന്തായാലും ചൂടുള്ള ചായ ഊതി ഊതി കുടിക്കാനായിരുന്നു എനിക്കിഷ്ടം എന്ന് പറഞ്ഞ പോലെ അത് ഞാൻ ഊതി ഊതി കുടിച്ചങ്ങോട്ട് തീർത്തിട്ടുണ്ട്. പിന്നെ അതാനും ബില്ല് പേ ചെയ്യാനും അതുപോലെ തന്നെ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ പാർസൽ വാങ്ങാമെന്ന് വിചാരിച്ച് പോയതാണ്. പിന്നെ എന്നൊന്നും ഇല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഇതേപോലൊക്കെ ഒന്ന് പുറത്തിറങ്ങി മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കി വിടുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പുറത്ത് പോകുന്നുണ്ടാവും. ഡ്രസ്സ് എടുക്കാനോ വേറെ എന്തെങ്കിലും പർച്ചേസിങ്ങിനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും. അങ്ങനെ അല്ലാതെ നമ്മൾ വെറുതെ ചായ കുടിച്ചിട്ട് പോരാ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പോരാ എന്നുള്ളൊരു മൈൻഡിൽ പോകണം കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്വീറ്റ് ലാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ഹോൾസെയിൽ ബേക്കറി ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം വേണ്ട ബേക്കറിയൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ വന്നാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് തന്നെ വേണ്ടത് പോയിട്ട് എടുക്കാം. പിന്നെ അതുമല്ല എല്ലാം ടേസ്റ്റ് ചെയ്യാൻ തരും കേട്ടോ. ഏത് വേണമെങ്കിലും നമുക്ക് കഴിച്ച് നോക്കിയിട്ട് തന്നെ എടുക്കാം. അതായത് അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.